മുത്തുനബി അല്ലേ? വല്ലദി ബഅസ ഫിൽ നബിയ്യിന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ. ഇത് പറഞ്ഞയച്ച അല്ലാഹ് വന്ന റസൂലുള്ളാഹ്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ സാധാരണക്കാരനെ അടി ചെല്ലുമ്പോൾ അവരുമായി മിങ്കിളായിട്ട് എത്തിയിട്ടില്ല. സാധാരണ പറയാറുണ്ട്, റമദാൻ മാസത്തിൽ പള്ളിയിൽ നിന്ന് പുക ഇങ്ങനെ വരുന്നത് കണ്ടപ്പോ പതിയെ മുക്രിക്ക ചെന്നു. രണ്ട് വിദ്വാന്മാർ ഇരുന്നിട്ട് ഇങ്ങനെ സ്മോക്ക് ചെയ്യാ. പഹയന്മാര് റമദാൻ മാസത്തിനാടോ പള്ളി ഇരുന്നിട്ട് വീടി വലിക്കുന്നു എന്ന് വെച്ചു. ഇല്ലല്ല മുക്രിക്കാത് വീടിയല്ല എന്ന് പറഞ്ഞു. പിന്നെന്തേ ഇത് കഞ്ചാവാണ്. എന്നാ രണ്ടു വരിക്ക് എനിക്കും താ. ഏത് വീടി വലി നിർത്താൻ വേണ്ടി ചെന്നതാ. അപ്പോഴാ പറഞ്ഞു വീടിയല്ല കഞ്ചാവാ, രണ്ട് വരിക്ക് എനിക്കും താ. നോക്ക്, നിങ്ങൾ ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി അല്ലാഹു തആല പ്രവാചകന്മാരെ പറഞ്ഞു വിടുക. എന്നിട്ട് ആ പ്രവാചകന്മാർ അവരുമായി കൂടിക്കലർന്നുകൊണ്ട് തെറ്റു ചെയ്യുന്നു. പിന്നെ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് കണ്ണീര് കൊണ്ട് ആ തെറ്റുകൾ തിരുത്തുന്നു. ഇത് ഇസ്ലാമിക തത്വമല്ല, ഇത് തരിച്ച ജൂദായുസം തന്നെ. നോക്കിക്കോ, ഹബീബാ നബി തങ്ങളെ കുറിച്ചാണ് ഈ പഠിപ്പിക്കുന്നത്. ഇതൊരിക്കലും മുസ്ലിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പ്രവാചകനാണ് പ്രവാചകനെങ്കിൽ പിന്നെ ഇപ്പോ ആ പ്രവാചകന്റെ മധു പറയേണ്ടതുണ്ടോ? അതാ നേരത്തെ ഇവിടെ പറഞ്ഞേ. അങ്ങനത്തെ നമ്മൾ ഇങ്ങനത്തെ പ്രവാചകനെ വിശ്വസിക്കുന്നില്ല. അസാധാരണക്കാരനായ അത്ഭുതങ്ങൾ കാണിക്കുന്ന, മരിച്ചാലും മരിക്കാത്ത, വിളിച്ചാൽ കേൾക്കുന്ന, സദസ്സിലേക്ക് ഹാജരാകുന്ന, ഇവിടെ നിന്ന് പറഞ്ഞാൽ മദീനയിലേക്ക് കേൾക്കുന്ന ഒരു അസാധാരണ വ്യക്തിത്വം. യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാ ലി സിവാക വലാ അയ്യന വഹദി. ഇത് വിളിക്കുമ്പോ റസൂലുള്ളാഹി കൈപിടിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. അല്ലാഹു നമ്മുടെ ഈ സദസ്സിലേക്ക് നിമിത്തങ്ങളെ തിരുനോട്ടം നൽകുമാറാവട്ടെ. ആ വിശ്വാസമുള്ളവനാണ് സുന്നി. അതേകൊണ്ട് ആ റസൂലുള്ളാഹിനെ മദ്ഹ് നമ്മളിങ്ങനെ ചൊല്ലും. ചുമ്മാ വെറുതെ ഇരിക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലില്ലേ? ഇല്ലേ? ഉമ്മമാരൊക്കെ എത്ര സ്വലാത്താ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. സ്വർഗത്തിൽ വെച്ച് ആദം നബിയാകുന്ന ഉപ്പൂപ്പ ചൊല്ലൽ തുടങ്ങി വെച്ച സ്വലാത്ത. ഇപ്പോൾ നമ്മളതിങ്ങനെ തുടരാൻ വിഷമം ബുദ്ധിമുട്ടൊക്കെ വരുമ്പോ അല്ലെ ആ റസൂലുള്ളാഹിന്റെ മദ്ഹ് നമ്മളിങ്ങനെ പറയുകയാണ്. എന്ത്? അള്ളാഹു തുടങ്ങി വെച്ച പറയൽ. നമ്മളതിങ്ങനെ ചാൻസ് കിട്ടുമ്പോഴൊക്കെ അടിസ്ഥാനപരമായിട്ട് നബിയുടെ മദ്ഹ്. പിന്നെ കാലോചിതമായിട്ട് പരിഷ്കരണം. അത് സബ് മിൽക്കർ പോലെ മർഹബ, സബ് ഉഞ്ചേവാല മർഹബ, പുകാറോ യാ റസൂലല്ലാഹ്, അത് ഉറുദുവിൽ പറയും. ഇത്രയേ ഉള്ളൂ സ്വാഭാവികമായും. എന്നാൽ ഈ മൗലിദിനെ കുറിച്ച് മുജാഹിദ് പ്രസ്ഥാനം പണ്ടേ പറഞ്ഞു. അത് 1954 ശേഷം. അതുവരെ തൗഹീദായിരുന്നു. 54 ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ബിദ്അത്താണ്. ജമാഅത്ത് ഇസ്ലാമിയും അതേ സമയത്ത് തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകളോ അവര് അടിസ്ഥാനപരമായി പറയുന്നത് മൗലിദ് ഓതൽ തെറ്റാണ് എന്നതിന് രേഖനേയത്തോടെ പറഞ്ഞു. ഇതാണ് ആ സാധനം ഫത്താവ റഷീദിയ എന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ ഒരു സ്ഥലത്ത് ഉസ്താദ് പറഞ്ഞ പോലെ പാടില്ല എന്ന് പറഞ്ഞു. വേറെ സ്ഥലത്ത് ചോദിച്ചപ്പോ പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ ഒരു ഗ്യാപ്പുമില്ലാത്ത രീതിയിൽ അടച്ചങ്ങോട്ട് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ ഇനിയിപ്പോ ഒഴിവാവാൻ യാതൊരു മാർഗവും ഇല്ല എന്ന് കണ്ടെത്തിയപ്പോ ഉടനെ മറുപടി എന്താന്ന് അറിയോ നിങ്ങൾ? പിന്നെ മറ്റു ചില കാരണങ്ങളെ കൊണ്ട് അനുവദനീയമല്ല. ഏതായി മറ്റു ചില കാരണം? നമ്മൾ ചില ആളുകളിൽ ചില മീറ്റിംഗ് വിളിച്ചാൽ നിർത്തിവെക്കും. അപ്പൊ എന്താ പറയാ? ചില സാങ്കേതിക കാരണങ്ങളെ കൊണ്ട് നിർത്തിവെച്ചു. എന്നാൽ അതിന്റെ അർത്ഥം ഒരു കാരണവും പ്രത്യേകിച്ചില്ല. അതിന്റെ അർത്ഥം ചില സാങ്കേതിക കാരണങ്ങളെ കൊണ്ട് എടുക്കുക നിങ്ങൾ. ഇതേപോലെ മറ്റു ചില കാരണങ്ങൾ നമ്മൾ പ്രയോഗങ്ങൾ പണ്ടൊരാള് പറഞ്ഞ പോലെ. ഏതായി പണ്ടൊരാള്? ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ പറയല. ഇതേപോലെ മറ്റു ചില കാരണങ്ങളെ കൊണ്ട് അനുവദനീയം അല്ല. എന്ത്? അഷ്റഫുൽ ഖൽഖാകുന്ന ഒരു തങ്ങളെ മദ്ഹ് പറയൽ. ഇത് ചില തബ്ലീഗുകാർ നിഷേധിക്കും. ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഉസ്താദ് അത് ശരിയല്ല.
ഞങ്ങളുടെ നാട്ടിൽ തെബിലീഗുകാരൊക്കെ മൗലിദിൽ സംബന്ധിക്കുന്നുണ്ട്. ഞാൻ അവരോട് 2-3 കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഒന്ന്, ഇവന്മാർ ഈ ഗസ്റ്റിന് പോകുന്ന സ്ഥലത്ത് സുന്നിപ്പള്ളിയാകുമ്പോ ഉള്ള മൗലൂദ് ചിലപ്പോ ഇരിക്കും. ഇല്ലെങ്കിൽ അവന്മാരെ ചട്ടിയും പാത്ത് കൊടുത്ത് പുറത്ത് കിടക്കും, ഉറപ്പാ. അപ്പൊ ഉള്ളടത്ത് ചെന്ന് സഹകരിക്കന്നെ, അത് കുടുങ്ങിയിട്ടാ അല്ലെ. ബസ് കയറിയ സീറ്റ് കിട്ടാൻ നിൽക്കലെന്നെ നമ്മൾ. അപ്പൊ നിൽക്കാൻ പൂതിണ്ടായിട്ടാ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തണോ, നിന്നേ പറ്റൂ, എനിക്ക് സീറ്റില്ലേ, ഞാൻ ഇറങ്ങിക്കോ, ബസ് സ്റ്റാൻഡിൽ ഉണ്ടാവും, വേറെ കുഴപ്പമില്ല. ഇതേപോലെ ഗ്രിപ്പ് കിട്ടണമെങ്കിൽ ഓതിയേ പറ്റൂ മൗലിദ്. പക്ഷെ ഞാൻ ചോദിക്കുന്നു, ഈ തെബിലീഗിന് പോകുന്ന ആളുകളുടെ കയ്യിൽ ഫളാഇൽ അഅ്മാലുണ്ടാകാറുണ്ടല്ലോ അല്ലേ, അമലുകളുടെ മഹത്വങ്ങൾ പുസ്തകമുണ്ടാകാറുണ്ട്. കൂട്ടത്തിൽ ഒരു മൗലിദ് കിതാബ് സൂക്ഷിക്കാറുണ്ടോ? സാധാരണക്കാരൻ മനസ്സിലാക്കണം, റബീഉൽ അവ്വൽ മാസം വരുമ്പോഴെങ്കിലും ഒരു മൗലിദിന്റെ കിതാബ് നിങ്ങൾ കയ്യിൽ കരുതാറുണ്ടോ? ഏതെങ്കിലും നിങ്ങൾ പോകുന്ന വഴിയിലുള്ള മക്ബറകൾ നിങ്ങൾ സിയാറത്ത് ചെയ്യാറുണ്ടോ? ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ മക്ബറയാണ് ഡൽഹിയിൽ. ആ ഡൽഹിയിലെ മക്ബറയിലേക്ക് പോകുന്നതിന്റെ വഴിയിലാണ് തബ്ലീഗ് ജമാഅത്തിന്റെ ലോകത്തെ 2ാമത്തെ കേന്ദ്രം മർക്കസ്. കോഴിക്കോട് ചെന്ന് ബസ്സിറങ്ങിയിട്ട് ട്രെയിൻ ഇറങ്ങിയിട്ട് മർക്കസ് എന്ന് പറഞ്ഞാൽ നേരെ മർക്കസ് കമേഴ്ഷ്യൽ കോംപ്ലക്സിലെത്തിക്കും. ഡൽഹിയിലോ പുരാതന ദില്ലിയിലും നെയ്യുദില്ലിയിലും എവിടെയാണെങ്കിലും സൈക്കിൾ റിക്ഷക്കാരോട് മർക്കസ് ചായ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി വിടുന്നത് ഇവന്മാരുടെ മർക്കസിലാണ്, ഇവന്മാരുടെ കേന്ദ്രത്തിലാണ്. അവിടെ കൊണ്ടുപോയിട്ടിടും. സ്വാഭാവികമായിട്ട് മർക്കസ് നല്ലതിനുണ്ടാവും, ചീത്തയുണ്ടാവും അല്ലേ. അബു ജഹലുമുണ്ട്, അബു ബക്കറുണ്ട്, 2 അബു അവിടെ നിങ്ങൾ. അപ്പൊ സ്വാഭാവികമായും അവിടെ ആ മർക്കസിലാ കൊണ്ടുപോയിട്ടിടുന്നത്. അതിന്റെ നോക്കിയായി കാണുന്ന ദൂരത്താണ് മക്ബറെങ്കിലും ഒറ്റവന്മാരും അവിടെ സിയാറത്തിന് വരാറില്ല. ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് ഉറുദു സുഹൃത്തുക്കളായ വിദ്യാർത്ഥി എന്നോട് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. സുന്നിപ്പള്ളിയാണോ ദൈവബന്ധി പള്ളിയാണോ തിരിച്ചറിയാൻ ഒരു മാർഗം. ഏതാണത്? സുബഹി നിസ്കരിക്കാൻ ജമാഅത്തിന് പോവുക. എന്നിട്ട് ഹനഫികളാണ്, ആ ഹനഫികളായ സുന്നികളുടെ പള്ളിയിൽ കൂടുമ്പോ നിസ്കാരം പ്രാർത്ഥനകൾ കഴിഞ്ഞാൽ അച്ചടക്കത്തോടെ നിൽക്കും. എന്നിട്ട് മുസ്തഫ ജാനെ റഹ്മത്ത് ലാഖോ സലാം ശംഉ ബസ്മേ ഹിദായത്ത് ലാഖോ സലാം ശഹരിയാരെ ഇരം താജ്ദാരെ കരം നൂബഹാരെ ശഫാഅത്ത് ലാഖോ സലാം എന്നിങ്ങനെ റഹ്മത്തുള്ളാഹിയുടെ നല്ല റസൂലുള്ളാഹിയെ പുകഴ്ത്തിയുള്ള മദ്ഹ് ചൊല്ലും. ഒരൊറ്റ തബ്ലീഗ് ജമാഅത്തുകാരും അത് ചില്ലാറില്ല. അവരെ സ്ഥാപനങ്ങളിൽ മൗലിദാഘോഷം നടക്കാറില്ല. ദൈവബന്ധ ദാറുൽ മൗലിദാഘോഷം നടക്കാറില്ലെന്ന് മാത്രമല്ല, മൗലിദ് ഓതുന്നവരെ പിടിച്ചു പുറത്താക്കാനേ ഇപ്പോൾ നോക്കാറുള്ളത്. ബാഖിയാത്ത് സ്വാലിഹാത്ത് സുന്നികളെ കയ്യിലായിരുന്ന കാലത്ത് മൗലിദ് നടന്നിരുന്നു. ഇപ്പോൾ അവിടെ മൗലിദാഘോഷം ഇല്ല. നിങ്ങളെ കായംകുളത്തെ തബ്ലീഗിന്റെ സ്ഥാപനത്തിൽ മൗലിദുണ്ടോ? റബീഉൽ അവ്വലിൽ അപ്പോ കുട്ടികൾ നാട്ടിൽ പോയാൽ മൗലിദ് ഓതിയെങ്കിലോ എന്ന് പേടിച്ച് ലീവ് പോലും കൊടുക്കാതെ റബീഉൽ അവ്വലിലെ ലീവ് കൊടുക്കുന്നത് മഞ്ചേരിയിലെ തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപനം ആ വേട്ടേക്കോട് അവിടെ ലീവ് കൊടുക്കാറില്ല. എന്നല്ല, തബ്ലീഗ് ജമാഅത്തിൽ കേരളത്തിൽ തുടക്കം കുറിച്ചത് തൊടുപുഴയിലെ ടൗൺ ജുമഅത്ത് പള്ളിയിലാണ്. കാഞ്ഞാർ മൂസ മൗലാനയുടെ സ്മരണകൾ നബി പറയുന്നുണ്ട്. ആ പള്ളിയിൽ റാത്തീബ് നടന്നിരുന്നു, ഹദ്ദാദ് നടന്നിരുന്നു, മൗലിദ് നടന്നിരുന്നു, കുത്തുബീത്ത് നടന്നിരുന്നു. തബ്ലീഗിന്റെ ആധിപത്യത്തിൽ വന്നപ്പോൾ ഒന്നും ആ പള്ളിയിൽ നടക്കുന്നില്ല. അതുകൊണ്ട് അടിസ്ഥാനപരമായി തബ്ലീഗ് ജമാഅത്തിന് മൗലിദിനെതിരാണ്. പക്ഷേ സാധാരണക്കാർക്ക് അത് പെട്ടെന്ന് അറിയാതിരിക്കാൻ വേണ്ടി അങ്ങനത്തെ വിവാദങ്ങൾ അവർ പറയൂല. അതിനെ പറ്റിയിട്ട് മലയാളത്തിൽ ചോദിച്ചാൽ ഇങ്ങനെ, തന്റെ പേരുണ്ടോ? എന്റെ ഉപ്പുപ്പാന്റെ പേരാ. ഉപ്പുപ്പാന്റെ പേരുണ്ടോ? എന്റെ പേരാ. തന്റെ പേര്? ഉപ്പുപ്പാന്റെ പേര്. ഉപ്പുപ്പാന്റെ പേര്? എന്റെ പേര്. ഇപ്പൊ പേര് കിട്ടിയോ? ഇങ്ങനെ വയസ്സായ തൊണ്ടന്മാരെ കയ്യിൽ ഈ ദഹിക്കാത്ത വേവാത്ത ഇറച്ചി കൊടുത്ത് കളിക്കുന്ന പോലെ ഇങ്ങനെയുണ്ടല്ലോ. ഈ വേവാത്ത ഇറച്ചി പല്ലില്ലാത്തൊരു വായിൽ കുടുങ്ങിയാൽ ഇതങ്ങോട്ട് ഇറക്കാൻ വയ്യ, ദഹനക്കേട് പിടിച്ചു. തുപ്പാൻ വയ്യ, കാശ് കൊടുത്ത് മേടിച്ചതല്ലേ, പിന്നെ അങ്ങനെ മോദമ്പി കളിയല. ഇതേപോലെ മൗലൂദിനെ കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോ ഉറുദു കിതാബിൽ തുറന്നു പറഞ്ഞു ശരിയല്ല. എന്നാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന തബ്ലീഗ് ജമാഅത്തിന്റെ ടോപ്പ് നേതാവാണ്